സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടെൻസിനെ പറ്റിയാണ്. ടെൻസിനെ പറ്റി പറയുമ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ഹെൽപ്ഫുള്ളാവും. ഇംഗ്ലീഷ് ഒന്നും അറിയാത്തവർക്ക് പോലും എളുപ്പം മനസ്സിലാക്കുന്ന ഭാഷയിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടെൻസിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നു അതാണ് പ്രസൻറ്റ്. അപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിനാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുക. ഇന്നലെ എന്ത് ചെയ്തു അതാണ് പാസ്റ്റ് ടെൻസ്. നാളെ എന്ത് ചെയ്യും അതാണ് ഫ്യൂച്ചർ. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു അതാണ് പ്രസൻറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇത് ചെയ്യുന്നു. എങ്ങനെ പറയാം? ഐ ഡു ദിസ്. ഞാൻ ഇത് ചെയ്യുന്നു. ഐ ഡു ദിസ്. ഞാൻ ഇത് ചെയ്യുന്നു. ഞാൻ അത് ചെയ്യുന്നു എന്നെങ്ങനെ പറയാം? ഐ ഡു ദാറ്റ്. ഞാനത് ചെയ്യുന്നു. ഐ ഡു ദാറ്റ്. ഞാനത് ചെയ്യുന്നു. അപ്പോൾ അതിനെ നമ്മൾ പാസ്റ്റിൽ ചെയ്യുകയാണെങ്കിലോ എങ്ങനെ പറയാം? ഐ ഡിഡ് ദിസ്. ഞാനിത് ചെയ്തു. ഐ ഡിഡ് ദിസ്. ഞാനിത് ചെയ്തു. ഞാൻ അത് ചെയ്തു എന്നെങ്ങനെ പറയാം? ഐ ഡിഡ് ദാറ്റ്. ഞാനത് ചെയ്തു. ഐ ഡിഡ് ദാറ്റ്. ഞാനത് ചെയ്തു. അപ്പോൾ നമ്മളത് ഫ്യൂച്ചറിൽ എങ്ങനെ പറയാം? ഐ വിൽ ഡു ദിസ്. ഞാനിത് ചെയ്യും. ഐ വിൽ ഡു ദിസ്. ഞാനിത് ചെയ്യും. അപ്പം ഞാൻ അത് ചെയ്യുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഡു ദാറ്റ്. ഞാനത് ചെയ്യും. ഐ വിൽ ഡു ദാറ്റ്. ഞാനത് ചെയ്യും. എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്ന് വരുന്നു. അതെങ്ങനെ പറയാം? ഐ കം ടുഡേ. ഞാൻ ഇന്ന് വരുന്നു. ഐ കം ടുഡേ. ഞാൻ ഇന്ന് വരുന്നു. ഐ കം ടുഡേ. ഞാൻ ഇന്ന് വരുന്നു. അവൻ ഇന്ന് വരുന്നു എന്നിങ്ങനെ പറയാം? ഹീ കംസ് ടുഡേ. അവൻ ഇന്ന് വരുന്നു. ഹീ കംസ് ടുഡേ. അവൻ ഇന്ന് വരുന്നു. ഹീ കംസ് ടുഡേ. അവൻ ഇന്ന് വരുന്നു. കംസ് പറയാനുള്ള കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ വന്നു എന്നെങ്ങനെ പറയാം? ഐ കെയിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വന്നു. ഐ കെയിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വന്നു. ഐ കെയിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വന്നു. അവൻ ഇന്നലെ വന്നു എന്നെങ്ങനെ പറയാം? ഹീ കെയിം യെസ്റ്റർഡേ. അവൻ ഇന്നലെ വന്നു. ഹീ കെയിം യെസ്റ്റർഡേ. അവൻ ഇന്നലെ വന്നു. അവൾ ഇന്നലെ വന്നു എന്നെങ്ങനെ പറയാം? ഷീ കെയിം യെസ്റ്റർഡേ. അവൾ ഇന്നലെ വന്നു. ഷീ കെയിം യെസ്റ്റർഡേ. അവൾ ഇന്നലെ വന്നു. അപ്പോൾ പിന്നെ ഫ്യൂച്ചറിൽ പറയുമ്പോൾ എങ്ങനെ പറയാം? ഷീ വിൽ കം ടുമാറോ. അവൾ നാളെ വരും. ഷീ വിൽ കം ടുമാറോ. അവൾ നാളെ വരും. ഷീ വിൽ കം ടുമാറോ. അവൾ നാളെ വരും. അവൻ നാളെ വരും എന്നെങ്ങനെ പറയാം? ഹി വിൽ കം ടുമാറോ. അവൻ നാളെ വരും. ഹി വിൽ കം ടുമാറോ. അവൻ നാളെ വരും. ഹി വിൽ കം ടുമാറോ. അവൻ നാളെ വരും. നമ്മളും കൂടി പറയാം. ഞാൻ ഹിന്ദി പഠിക്കുന്നു. അങ്ങനെ പറയാം? ഐ ലേൺ ഹിന്ദി. ഞാൻ ഹിന്ദി പഠിക്കുന്നു. ഐ ലേൺ ഹിന്ദി. ഞാൻ ഹിന്ദി പഠിക്കുന്നു. ഐ ലേൺ ഹിന്ദി. ഞാൻ ഹിന്ദി പഠിക്കുന്നു. അവൻ ഹിന്ദി പഠിക്കുന്നു എന്നിങ്ങനെ പറയാം? ഹീ ലേൺസ് ഹിന്ദി. അവൻ ഹിന്ദി പഠിക്കുന്നു. ഹീ ലേൺസ് ഹിന്ദി. അവൻ ഹിന്ദി പഠിക്കുന്നു. അവൾ ഹിന്ദി പഠിക്കുന്നു എന്നിങ്ങനെ പറയാം? ഷീ ലേൺസ് ഹിന്ദി. അവൾ ഹിന്ദി പഠിക്കുന്നു. ഷീ ലേൺസ് ഹിന്ദി. അവൾ ഹിന്ദി പഠിക്കുന്നു. അവർ ഹിന്ദി പഠിക്കുന്നു എന്നിങ്ങനെ പറയാം? ദ ലേൺ ഹിന്ദി. അവർ ഹിന്ദി പഠിക്കുന്നു. ദേ ലേൺ ഹിന്ദി. അവർ ഹിന്ദി പഠിക്കുന്നു. അപ്പോൾ അത് ഫ്യൂച്ചറിൽ പറയുമ്പോൾ
പാസ്റ്റിൽ പറയുമ്പോൾ എങ്ങനെ പറയാം? ഐ ലേൺ ഹിന്ദി, ഞാൻ ഹിന്ദി പഠിച്ചു. ഐ ലേൺഡ് ഹിന്ദി, ഞാൻ ഹിന്ദി പഠിച്ചു. ഐ സ്റ്റഡീഡ് ഹിന്ദി എന്നും പറയാം കേട്ടോ. ഞാൻ ഹിന്ദി പഠിച്ചു. അവൾ ഹിന്ദി പഠിച്ചു എന്നിങ്ങനെ പറയാം? ഷീ ലേൺഡ് ഹിന്ദി, അവൾ ഹിന്ദി പഠിച്ചു. ഷീ ലേൺഡ് ഹിന്ദി, അവൾ ഹിന്ദി പഠിച്ചു. ലേണിൻ്റെ കൂടെ ED ചേർത്താൽ മതി കേട്ടോ. ലേൺഡ്, ഷീ ലേൺഡ് ഹിന്ദി, അവൾ ഹിന്ദി പഠിച്ചു. അവർ ഹിന്ദി പഠിച്ചു എന്നിങ്ങനെ പറയാം? ദേ ലേൺഡ് ഹിന്ദി, അവർ ഹിന്ദി പഠിച്ചു. ദേ ലേൺഡ് ഹിന്ദി, അവർ ഹിന്ദി പഠിച്ചു. അപ്പോൾ ഫ്യൂച്ചറിൽ പറയുമ്പോൾ എങ്ങനെ പറയും? ഐ വിൽ ലേൺ ഹിന്ദി, ഞാൻ ഹിന്ദി പഠിക്കും. ഐ വിൽ ലേൺ ഹിന്ദി, ഞാൻ ഹിന്ദി പഠിക്കും. ഐ വിൽ ലേൺ ഹിന്ദി, ഞാൻ ഹിന്ദി പഠിക്കും. അവർ ഹിന്ദി പഠിക്കും എന്നിങ്ങനെ പറയാം? ദേ വിൽ ലേൺ ഹിന്ദി, അവർ ഹിന്ദി പഠിക്കും. ദേ വിൽ ലേൺ ഹിന്ദി, അവർ ഹിന്ദി പഠിക്കും. ഞങ്ങൾ ഹിന്ദി പഠിക്കും എന്നിങ്ങനെ പറയാം? വി വിൽ ലേൺ ഹിന്ദി, ഞങ്ങൾ ഹിന്ദി പഠിക്കും. വി വിൽ ലേൺ ഹിന്ദി, ഞങ്ങൾ ഹിന്ദി പഠിക്കും. ഒരു ചിത്രം കാണുന്നു എന്നിങ്ങനെ പറയാം? ഐ സീ ദ പിക്ചർ, ഞാനൊരു ചിത്രം കാണുന്നു. ഐ സീ ദ പിക്ചർ, ഞാനൊരു ചിത്രം കാണുന്നു. ഐ സീ ദ പിക്ചർ, ഞാനൊരു ചിത്രം കാണുന്നു. ഇതാണ് പ്രസൻറ്റ് ടെൻസ്. നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ അത് പാസ്റ്റിൽ പറയുമ്പോൾ എങ്ങനെ? ഐ സോ ദ പിക്ചർ, ഞാനൊരു ചിത്രം കണ്ടു. ഐ സോ ദ പിക്ചർ, ഞാനൊരു ചിത്രം കണ്ടു. ഐ സോ ദ പിക്ചർ, ഞാനൊരു ചിത്രം കണ്ടു. പറയുമ്പോൾ ഞാനത് കാണും എന്നിങ്ങനെ പറയാം? ഐ വിൽ സീ ദാറ്റ്, ഞാനത് കാണും. ഐ വിൽ സീ ദാറ്റ്, ഞാനത് കാണും. ഐ വിൽ സീ ദാറ്റ്, ഞാനത് കാണും. അതുപോലെ ഗോ, ഞാൻ പോകുന്നു എന്നിങ്ങനെ പറയാം? ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു എന്നിങ്ങനെ പറയാം? ഐ ഗോ ടു ദ ടെമ്പിൾ, ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു. ഐ ഗോ ടു ദ ടെമ്പിൾ, ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു. ഐ ഗോ ടു ദ ടെമ്പിൾ, ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു. ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു എന്നിങ്ങനെ പറയാം? ഐ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. ഐ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. ഞാൻ സ്കൂളിലേക്ക് പോകുക എന്നിങ്ങനെ പറയാം? ഐ ഗോ ടു ദ സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പം ഞാൻ പോയി എന്നെങ്ങനെ പറയാം? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി, ഞാൻ സ്കൂളിലേക്ക് പോയി, ഞാൻ അമ്പലത്തിലേക്ക് പോയി. അതെങ്ങനെ പറയാം? ഐ വെൻറ്റ് ടു ദ സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോയി. ഐ വെൻറ്റ് ടു ദ സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോയി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ മാർക്കറ്റിലേക്ക് പോയി എന്നിങ്ങനെ പറയാം? ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോയി. ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ ഞാൻ പോകുന്നെങ്ങനെ പറയാം? ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകും. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകും. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകും. ഞാൻ സ്കൂളിലേക്ക് പോകുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഗോ ടു ദ സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോകും. ഐ വിൽ ഗോ ടു ദ സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോകും. ഞാൻ അമ്പലത്തിലേക്ക് പോകുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഗോ ടു ദ ടെമ്പിൾ, ഞാൻ അമ്പലത്തിലേക്ക് പോകും. ഐ വിൽ ഗോ ടു ദ ടെമ്പിൾ, ഞാൻ അമ്പലത്തിലേക്ക് പോകും. അടുത്തൊരു വേർഡാണ് സിറ്റ്. സിറ്റ് പറഞ്ഞാൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിലിരിക്കുക എന്നിങ്ങനെ പറയാം? ഐ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്, ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ഐ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്, ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ഐ സിറ്റ്
ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരുന്നു എന്നെങ്ങനെ പറയാം? ഐ സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരുന്നു. ഐ സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരുന്നു. ഐ സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കും. അതെങ്ങനെ പറയാം? ഐ വിൽ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കും. ഐ വിൽ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കും. ഐ വിൽ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കും. പ്രസൻറ്റിൽ ഐൻ്റെ ഒപ്പം ആമാണ് ഉപയോഗിക്കട്ടോ. ഐ ആം. പിന്നെ ഹീൻ്റെ ഒപ്പം ഈസ് ഉപയോഗിക്കുന്നു കേട്ടോ. പിന്നെ ഇനി റീഡ് പറഞ്ഞാൽ വായിക്കുക. ഞാനൊരു ബുക്ക് വായിക്കുന്നു എന്നിങ്ങനെ പറയാം? ഐ റീഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുന്നു. ഐ റീഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുന്നു. ഐ റീഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുന്നു. ഞാനൊരു നോവൽ വായിക്കുന്നു എന്നിങ്ങനെ പറയാം? ഐ റീഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിക്കുന്നു. ഐ റീഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിക്കുന്നു. അപ്പം ഞാനൊരു നോവൽ വായിച്ചു എന്നിങ്ങനെ പറയാം? ഐ റെഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിച്ചു. റീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റെഡ്. ഐ റെഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിച്ചു. ഐ റെഡ് എ ബുക്ക് വായിക്കുന്നു എന്നിങ്ങനെ പറയാം? ഐ റീഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുന്നു. ഐ റീഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുന്നു. ഐ റീഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുന്നു. ഞാനൊരു നോവൽ വായിക്കുന്നു എന്നിങ്ങനെ പറയാം? ഐ റീഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിക്കുന്നു. ഐ റീഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിക്കുന്നു. ഞാനൊരു നോവൽ വായിച്ചു എന്നിങ്ങനെ പറയാം? ഐ റെഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിച്ചു. ഐ റെഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിച്ചു. റീഡിൻ്റെ പാസ്റ്റ് ഫോമാണ് റെഡ്. പക്ഷേ എഴുതുമ്പോൾ റീഡ് എന്നുള്ളത് തന്നെയാണ് എഴുതുക. പക്ഷെ വായിക്കുമ്പോൾ റെഡ് അങ്ങനെ വായിക്കണം കേട്ടോ. അപ്പോൾ ഐ റെഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിച്ചു. അപ്പം ഞാനൊരു നോവൽ വായിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ റീഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിക്കും. ഐ വിൽ റീഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിക്കും. ഐ വിൽ റീഡ് എ നോവൽ. ഞാനൊരു നോവൽ വായിക്കും. നിൽക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ സ്റ്റാൻഡ് ദേർ. ഞാനവിടെ നിൽക്കുന്നു. ഐ സ്റ്റാൻഡ് ദേർ. ഞാനവിടെ നിൽക്കുന്നു. ഐ സ്റ്റാൻഡ് ദേർ. ഞാനവിടെ നിൽക്കുന്നു. അപ്പം ഞാനവിടെ നിന്നു എന്നെങ്ങനെ പറയാം? ഐ സ്റ്റുഡ് ദേർ. ഞാനവിടെ നിന്നു. ഐ സ്റ്റുഡ് ദേർ. ഞാനവിടെ നിന്നു. ഐ സ്റ്റുഡ് ദേർ. ഞാനവിടെ നിന്നു. ഞാനവിടെ നിൽക്കും എങ്ങനെ പറയാം? ഐ വിൽ സ്റ്റാൻഡ് ദേർ. ഞാനവിടെ നിൽക്കും. ഐ വിൽ സ്റ്റാൻഡ് ദേർ. ഞാനവിടെ നിൽക്കും. ഐ വിൽ സ്റ്റാൻഡ് ദേർ. ഞാനവിടെ നിൽക്കും. അപ്പോൾ ഇന്ന് പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്, ഇത് കേട്ട് പഠിച്ചാൽ മാത്രം പോരാ, അത് സംസാരിച്ച് പഠിക്കുകയും കൂടി വേണം. അപ്പോഴേ ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെർബിൻ്റെ 3 ഫോംസുകൾ വരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഒന്നും അറിയാത്തവർക്ക് പോലും ഫ്ലുവൻസി ഡെവലപ്പ് ആക്കാൻ ഇത് നല്ല സഹായിക്കാവും. അപ്പോൾ ഓക്കെ, ബൈ.